ഹലോ കൂട്ടുകാരെ, പത്രമാറ്റ സീരിയലിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നവ്യനെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് അനന്തപുരിയിൽ നിന്ന് നയനയും ദേവയാനിയും ജാനകിയും ജലജയും അഭിയൊക്കെ കൂടെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അവിടുന്ന് കനകയും ഗോവിന്ദനും ചോദിക്കുന്നുണ്ട്, അനന്തപുരിയിലെ അനന്തമൂർത്തിയുടെ മൂത്ത കൊച്ചുമോനാണല്ലോ ആദർശ്, എന്നിട്ട് ആദർശ് മോൻ എന്താ ഇങ്ങോട്ടേക്ക് വരാഞ്ഞ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്ന് വന്നപ്പോഴും ആദർശ് മോൻ എന്തൊക്കെയോ ടെൻഷനായിരുന്നു എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ഗോവിന്ദനും കനകയും കൂടെ പറയുമ്പോഴേക്കും ജലജ പറയുന്നുണ്ട്, അവന് എന്തൊക്കെയോ തിരക്കുകളാണ്, അവനിപ്പോൾ ഇതിലൊന്നും പങ്കെടുക്കാൻ താല്പര്യമില്ല എന്നൊക്കെ ഇങ്ങനെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് ജലജ പറയുമ്പോഴേക്കും ദേവയാനി നയനയും വിഷമത്തോടെ പരസ്പരം നോക്കുകയാണ്. ജാനകിയും ജലജയാണെങ്കിലോ ഇതെല്ലാം ഇവരെ അറിയിക്കണം എന്ന മട്ടിലാണ് ഇരിക്കുന്നതും. അതിനുശേഷം അവർ തന്നെ പറയുന്നുണ്ട്, അല്ല ഇനിയിപ്പോൾ നവ്യയുടെ കുഞ്ഞ് അങ്ങോട്ടേക്ക് വന്നാലും അവനെ കളിപ്പിക്കാനായിട്ട് അവിടെ മറ്റൊരാളും കൂടെയുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അതാരാ അങ്ങനെ ഒരാൾ എന്നൊക്കെ ഇങ്ങനെ ഗോവിന്ദൻ ചോദിക്കുമ്പോഴേക്കും എന്തൊക്കെയാണോ ഇനി ജലജയും ജാനകിയും കൂടെ ഇവിടെ പറയാൻ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ ഓർത്ത് വിഷമിച്ച് നിൽക്കുകയാണ് ദേവയാനി. അപ്പോഴേക്കും ആരാ അത്, എന്താ ജലജ നീ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ കനക അപ്പോഴേക്കും ദേവയാനി പറയുന്നുണ്ട്, എന്താ ജലജ ഇത്, അവിടെ മോനെ കളിപ്പിക്കാൻ നമ്മളെല്ലാവരും ഉണ്ടല്ലോ, ആ കാര്യമാണ് ജലജ പറഞ്ഞത് എന്നിങ്ങനെ പറയുമ്പോഴേക്കും അതെ ഞാൻ ആ കാര്യമാണ് ഉദ്ദേശിച്ചത്, ഞാൻ അതാ പറയാൻ വന്നേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ജലജ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് കേട്ടോ. അഭി തൻ്റെ കയ്യിലുള്ള ആ സ്വർണം നവ്യനെ ഏൽപ്പിച്ചിട്ട് പറയുന്നുണ്ട്, ഇതൊക്കെ നിനക്ക് മുത്തശ്ശി തന്നതാണ്, ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് വേണം നീ അങ്ങോട്ടേക്ക് വരാൻ, ഇതൊക്കെ നിനക്ക് മുത്തശ്ശി തന്നതാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇതൊക്കെ കൊടുക്കുകയാണ്. വളരെ സന്തോഷത്തോടെ തന്നെ ഇത് നവ്യ മേടിക്കുന്നുണ്ട്. ഇത് ഒത്തിരി ഉണ്ടല്ലോ അഭി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും ഇതൊക്കെ നമ്മുടെ മോൻ വന്നതിൻ്റെ ഭാഗ്യമാണ്, നമ്മുടെ മോനോടുള്ള സ്നേഹം കൊണ്ടാ മുത്തശ്ശി ഇതൊക്കെ തന്നെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സോപ്പിട്ട് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ നവ്യ ഈ ആഭരണങ്ങളെല്ലാം അണിഞ്ഞുകൊണ്ട് തന്നെയാണ് അനന്തപുരിയിലോട്ട് വരുന്നത്. അനന്തപുരിയിൽ ചെന്ന് കാർ നിർത്തുമ്പോഴേക്കും അവരോട് അവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞിട്ട് ദേവാനി പോയിട്ട് നിലവിളക്കുമൊക്കെ ആയിട്ട് വരുന്നുണ്ട് നവ്യയെ സ്വീകരിക്കാനായിട്ട്. അങ്ങനെ മോനെയും കൊണ്ട് നവ്യ അകത്തേക്ക് കയറുകയാണ്. ആ ഒരു സമയത്താണ് അവിടെ ചന്തുമോളെ കാണുന്നത്. ചന്തുമോളെ കണ്ടതും അബി പറഞ്ഞത് ഈ കുട്ടിയെക്കുറിച്ച് തന്നെ ആയിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് നവ്യ അവളെ തന്നെ സൂക്ഷിച്ച് നോക്കിയാണ്. അപ്പോഴേക്കും നമ്മുടെ ചന്തുമോക്ക് പേടിയാവുന്നുണ്ട്. അപ്പോഴേക്കും നയന ചോദിക്കുന്നുണ്ട്, എന്താ ചേച്ചി, ചേച്ചി എന്തിനാ ആ കുഞ്ഞിനെ ഇങ്ങനെ തുറച്ചു നോക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും നിന്നെപ്പോലെ മനസാക്ഷിയുള്ള ആളൊന്നുമല്ല ഞാൻ, എന്നാലും നയനെ നിന്നെ കൊണ്ടേക്ക് ഇത് പറ്റുള്ളൂ, നീ ഇതെങ്ങനെ സഹിക്കുന്നു എന്നിങ്ങനെ നയനയോട് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ചേച്ചി എന്താ ഉദ്ദേശിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അല്ല ഇത് ആദർശേട്ടൻ്റെ കുഞ്ഞാണെന്ന് അറിഞ്ഞിട്ടും നിനക്ക് എങ്ങനെ ഇതൊക്കെ സഹിക്കാൻ പറ്റുന്നുണ്ട് എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും നയന പറയുന്നുണ്ട്, ആദർശേട്ടൻ്റെ കുഞ്ഞല്ല ചേച്ചി ഇത്, ഒരിക്കലും ആദർശേട്ടന് ഇങ്ങനെ ഒരു തെറ്റ് പറ്റില്ല, ആദർശേട്ടൻ ചന്തുമോള് തൻ്റെ കുഞ്ഞാണെന്ന് ഇതുവരെ സമ്മതിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ആദർശേട്ടനിൽ വിശ്വാസമാണ്, ആദർശേട്ടൻ തെറ്റ് ചെയ്യില്ല. പിന്നെ കോമാ സ്റ്റേജിൽ കിടക്കുന്ന ഇപ്പോൾ അവളുടെ അമ്മ പോലും പറഞ്ഞിരിക്കുന്നത് അനന്തപുരിയിലെ കൊച്ചുമകൻ്റെ മകളാണെന്ന് പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ ആദർശേട്ടൻ്റെ കൊച്ചാണെന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. കൊച്ചുമക്കളിൽ ഒരാളാണ് ആ കുഞ്ഞിൻ്റെ അച്ഛൻ, പക്ഷേ ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരു ചതിയുണ്ട്, മനഃപൂർവ്വം ആദർശേട്ടനെ കൊടുക്കാനുള്ള ആരോ കരുതി കൂട്ടി ചെയ്തതാണ് ഇത് എന്നൊക്കെ ഇങ്ങനെ നയന പറയുമ്പോഴേക്കും നവ്യ ചോദിക്കുന്നുണ്ട്, നീ എന്തൊക്കെയാ നയന ഈ പറയുന്നത്, ഒടുവിൽ നീ എൻ്റെ ഭർത്താവിൻ്റെ തലയിലാണോ ഇത് ഇടാൻ പ്ലാൻ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ചേച്ചി എനിക്ക് അങ്ങനെ ഒരു ഉദ്ദേശവുമില്ല, ചേച്ചിയും അബിയും കുഞ്ഞൊക്കെ ആയിട്ട് നല്ല രീതിക്ക് തന്നെ ജീവിച്ചു പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം, നിങ്ങൾക്ക് നല്ലൊരു ജീവിതം വരണമെന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ നയന പറയുകയാണ്. അപ്പോഴേക്കും നവ്യ ആട്ടെ ചന്തുമോളുടെ മുഖത്തേക്ക് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയാണ്. അപ്പോഴേക്കും നമ്മുടെ നവ്യയുടെ മനസ്സിലും തോന്നുന്നുണ്ട്, ഇവളെ കണ്ടിട്ട് അവിയുടെ ഒരു കട്ടില്ലേ എന്നിങ്ങനെ തോന്നുന്നുണ്ട്. തൻ്റെ കുഞ്ഞിനും ഈ ചന്തുമോക്കും ഏകദേശം ഒരേ ഒരു മുഖഭാവമൊക്കെ തോന്നുന്ന പോലെ നമ്മുടെ നവ്യയ്ക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അഭി തന്നെ ആയിരിക്കുമോ ഈ കുഞ്ഞിൻ്റെ അച്ഛൻ, അവൻ ഇതെല്ലാം മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതാണോ? അഭിയുടെ ഈ സ്വഭാവമൊക്കെ ശരിയായിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ, അധികം നാളൊന്നും ആയിട്ടില്ല, അവൻ്റെ ഈ സ്വഭാവം എനിക്ക് വിശ്വസിക്കാൻ പറ്റുമോ? തൻ്റെ ഭാഗം ക്ലിയർ ആക്കാനായിട്ട് അവൻ ഏതറ്റം വരെയും പോകുന്നുള്ള കാര്യം എനിക്കറിയാം, അവനെ വിശ്വസിക്കാൻ പറ്റത്തില്ല, അവന് കുറുക്കൻ്റെ ബുദ്ധിയാണ്, ചിലപ്പോൾ ആദർശേട്ടനെ അവൻ തന്നെയാണെങ്കിൽ കുരുക്കിയത്. എന്തായാലും ഈ കുഞ്ഞിനെ അബിയെ കൊണ്ട് ഏറ്റെടുപ്പിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല, അബിക്ക് അങ്ങനെ ഒരു കുഞ്ഞ് വേണ്ട, ആദർശേട്ടൻ ഏറ്റെടുക്കുകയാണെങ്കിൽ ഏറ്റെടുത്തോട്ടെ, അങ്ങനെ തന്നെയല്ലേ എല്ലാവരും കരുതിയിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ് നവ്യ. അങ്ങനെ നവ്യ ഇതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും അബി നവ്യയുടെ അടുത്തോട്ട് വരുന്നുണ്ട്. എന്താ എന്താ നവ്യ, നീ എന്താ ഈ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ അബി ചോദിക്കുന്നുണ്ട്. അല്ല അബി, ഞാൻ അബിയോട് ഒരു കാര്യം ചോദിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യ ചോദിക്കുന്നുണ്ട്. ഈ ചന്തുമോള് അബിയുടെ കുഞ്ഞാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. എന്താ നവ്യ നീ പറയുന്നത്, ഞാനിവിടെ വന്നപ്പോൾ മുതലേ അവളെ ശ്രദ്ധിക്കുന്നുണ്ട്, അവളുടെ മുഖച്ചായയും നമ്മുടെ കുഞ്ഞിൻ്റെ മുഖച്ചായയും ഏകദേശം ഒരേപോലെ ഉള്ള പോലെ എനിക്ക് തോന്നുകയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചോദിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും എന്താ മോളെ നീ പറയുന്നേ, അതെൻ്റെ കുഞ്ഞല്ല, ആദർശേട്ടൻ്റെ കുഞ്ഞാണ്, അവിടെ അന്ന് ആ അനഘയുടെ വീട്ടിൽ പോയപ്പോഴേക്കും ആദർശൻ്റെ
എന്താ മോളെ നീ പറയുന്നത്? അത് ആദർശേട്ടൻ്റെ കുഞ്ഞാണ്, ചന്തുമോൾ ആദർശേട്ടൻ്റെ കുഞ്ഞാ. അന്ന് അനഘയുടെ വീട്ടിൽ പോയപ്പോഴേക്കും ചന്തുമോളുടെ അമ്മയും ആദർശം കൂടെ നിൽക്കുന്ന ഫോട്ടോ ഞാൻ കണ്ടതാണ്. അതൊക്കെ ആർക്കും ക്രിയേറ്റ് ചെയ്യാം. എൻ്റെയും ഒരുത്തൻ്റെയും ഫോട്ടോ മുമ്പ് ഇവിടെ ഉള്ളവർ ക്രിയേറ്റ് ചെയ്തിരുന്നല്ലോ. അതുപോലെ ഇതാണ് വലിയ പ്രയാസം. ഇന്നത്തെ കാലത്ത് ഇതൊക്കെ നിഷ്പ്രയാസം ഉണ്ടാക്കാൻ പറ്റുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ നവ്യ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും അബി വിഷയം മാറ്റാനായിട്ട് തന്നെ ഒരു ബ്രാഞ്ചിൻ്റെ ചുമതല ഏൽപ്പിക്കാമെന്ന് പറഞ്ഞ കാര്യങ്ങളും മുത്തശ്ശനും മുത്തശ്ശിയുടെയും ചന്തുമോനോടുള്ള സ്നേഹത്തിൻ്റെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞ് വിഷയം മാറ്റുന്നുണ്ട് കേട്ടോ. എന്നാലും നമ്മുടെ നവ്യയുടെ മനസ്സിൽ ആ സംശയം ഇപ്പോഴും കിടക്കുന്നുണ്ട്. അങ്ങനെ ആബി കുഞ്ഞിനെയൊക്കെ കളിപ്പിച്ചിട്ട് ഞാനൊന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഫോണും വാച്ചൊക്കെ ഊരിയിട്ട് ബാത്റൂമിലോട്ട് കയറി പോകുന്നുണ്ട്. ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ ആബിയുടെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. അനഘയുടെ വീടിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആ ഗുണ്ടകളിൽ ഒരുത്തനാണ് നമ്മുടെ ആബിയുടെ ഫോണിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നത്. പ്രജിത്ത് എന്ന് പറയുന്ന ആരെ ഒരാളാണ് ആ ഫോണിൽ വിളിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവുകയാണ് കേട്ടോ. അപ്പോഴേക്കും നവ്യ ഇങ്ങനെ ഓർക്കുകയാണ്, അന്ന് വീട്ടിൽ വെച്ചും നൂലുകെട്ടിൻ്റെ സമയത്ത് ഈ പ്രജിത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോഴേക്കും അബി റൂമിൽ നിന്ന് സംസാരിക്കാതെ മാറിപ്പോയി നിന്ന് സംസാരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. അപ്പോൾ ഈ പ്രജിത്ത് എന്തിനാണ് ഇപ്പോൾ പിന്നെയും വിളിക്കുന്നത്? എന്തായാലും ഒന്ന് എടുത്ത് നോക്കാം, എന്നിട്ട് അബി എവിടെയെന്ന് ചോദിക്കുകയാണെങ്കിൽ അബി ബാത്റൂമിലാണെന്ന് പറയാമല്ലോ എന്നൊക്കെ ഓർത്തുകൊണ്ട് തന്നെ നവ്യ ഫോൺ എടുക്കുന്നുണ്ട്. നവ്യ ഫോൺ എടുത്ത് ചെവിയിലോട്ട് വെക്കുമ്പോഴേക്കും തന്നെ സാറെന്താ ഇങ്ങോട്ടേക്ക് വരാഞ്ഞ്? ഇന്ന് സാറിനെ ഇങ്ങോട്ടേക്ക് കണ്ടില്ലല്ലോ. അവളെ കുറിച്ചിട്ട് ഒരു വിവരവുമില്ല. പക്ഷേ നിങ്ങളുടെ ദേവയാനിയമ്മ അവളെ കാണാൻ വന്നിരുന്നു, അത് പറയാനാണ് ഞാൻ വിളിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്താ സാറേ, അടുത്താരെങ്കിലും ഉണ്ടോ? അതുകൊണ്ടാണോ മിണ്ടാതിരിക്കുന്നത്? എന്തായാലും അവൾ സംസാരിച്ചു തുടങ്ങിയാൽ ഞാൻ അപ്പം തന്നെ അറിയിക്കാം. സാറിൻ്റെ ഭാര്യയ്ക്ക് സംശയമൊന്നും ഇല്ലല്ലോ? നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ കാര്യങ്ങളെല്ലാം നടക്കുന്നില്ലേ? അവിടെ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇവിടെ ഇതുവരെ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെയാണ് കാര്യങ്ങളെല്ലാം പൊയ്ക്കൊണ്ടിരിക്കുന്നത്, ആർക്കും ഒരു സംശയവും ഇല്ലാതെ എന്നൊക്കെ ഇങ്ങനെ അവർ പറയുന്നുണ്ട്. എന്തായാലും സാറും ഒന്ന് കരുതിക്കൂട്ടി ഇരിക്കണം കേട്ടോ. ഇവളുടെ കഥ കഴിയുന്നവരെ സാറൊന്ന് ശ്രദ്ധിക്കണം. കാരണം എവിടെ നിന്ന് വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും തിരിച്ച് നമുക്കിട്ട് പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സാറൊന്ന് കരുതിക്കൂട്ടി തന്നെ ഇരിക്കണം. സാറിൻ്റെ മുത്തച്ഛന് അത്രയ്ക്ക് പിടിപാടുണ്ട് മേലുള്ള ഉദ്യോഗസ്ഥരൊക്കെ ആയിട്ട്. അതുകൊണ്ട് സാറ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇതിൽ നിന്ന് ഒഴിവാക്കിയേക്കണേ എന്നൊക്കെ ഇങ്ങനെ അവർ പറയുകയാണ് കേട്ടോ. അങ്ങനെ നവ്യ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുമ്പോഴേക്കും തന്നെ അബി ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. അങ്ങനെ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴേക്കും ഫോണും പിടിച്ചുകൊണ്ടിരിക്കുന്ന നവ്യയെ കാണുമ്പോഴേക്കും അബി പേടിയോട് കൂടി വരുന്നുണ്ട് കേട്ടോ. ആരാ മോളെ, ആരാ ഫോണിലോട്ട് വിളിച്ചത് എന്നൊക്കെ ഇങ്ങനെ നവ്യയോട് ചോദിക്കുമ്പോഴേക്കും നവ്യ ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ്. ആ ഗുണ്ട ഇങ്ങനെ ഫോണിൽ സാറെന്താ ഒന്നും മിണ്ടാത്തേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും എന്തോ ഒരു പന്തികേട് തോന്നിയിട്ട് അയാൾ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ അബി നവ്യയുടെ അടുത്തോട്ട് വരുമ്പോഴേക്കും ഷട്ടിൽ പിടിച്ചുകൊണ്ട് തന്നെ നവ്യ ചോദിക്കുന്നുണ്ട്, എടാ ചതിയാ, നീ ആയിരുന്നല്ലേ ആ കുഞ്ഞിൻ്റെ അച്ഛൻ? എത്ര ഭംഗിയായിട്ടാണ് ഞാൻ ആദർശേട്ടൻ്റെ തലയിൽ കൊണ്ടുവച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് അവയുടെ കരണക്കുറ്റി നോക്കി ഒരെണ്ണം കൊടുക്കുന്നുണ്ട്. എന്താ നവ്യ നീ പറയുന്നത്? ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്നുള്ളത് നിന്നോട് ഞാൻ പറഞ്ഞല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അഭി ന്യായീകരിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ഉടനെ തന്നെ നവ്യ പറയുന്നുണ്ട്, നീ ആ അനഘയുടെ വീട്ടിൽ നിർത്തിയിട്ടുള്ള ഗുണ്ടയില്ലേ, അയാളെ ഇപ്പോൾ വിളിച്ചത് നീയായിരുന്നു. നീ പറഞ്ഞ പോലെ തന്നെ അയാളെല്ലാം ചെയ്തിട്ടുമുണ്ട്. ഇപ്പം എനിക്ക് മനസ്സിലായി അബി, ഇതിൻ്റെ എല്ലാം പിന്നിൽ നീയായിരുന്നു. നിൻ്റെ തലയിൽ ഒഴിച്ച ബുദ്ധി തന്നെയാണ് ഇത്. ആദർശേട്ടനെ ഇതിൽ കരുവാക്കി നീ നല്ല പിള്ള സമയം നോക്കിയതാന്ന് എനിക്ക് മനസ്സിലായി എന്നൊക്കെ ഇങ്ങനെ നവ്യ പറയുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് നീ കളിച്ച നാടകമായിരുന്നു ഇത്രയും. എന്നിട്ട് എന്നെയും കുഞ്ഞിനെയും സ്നേഹിക്കുന്ന പോലെ നീ അഭിനയിക്കുകയും ചെയ്തു. എല്ലാത്തിൻ്റെയും പിന്നിൽ നീയാണെന്ന് എനിക്ക് അന്നേ സംശയം ഉണ്ടായിരുന്നു. എന്തായാലും ഈ ചതി ഞാൻ എല്ലാവരെയും അറിയിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യ പുറത്തേക്ക് പോകാൻ പോകുമ്പോഴേക്കും അബി ഉടനെ നവ്യയുടെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നുണ്ട്, നീ എന്താടി കരുതിയത് ഞാൻ അങ്ങ് മാറിപ്പോയെന്നോ? നിന്നെ സ്നേഹിക്കാമെന്ന് കരുതിയപ്പോഴേക്കും നീ എന്നെ ചതിക്കാൻ നോക്കുവാണോ? ഇപ്പം അത് ആദർശേട്ടൻ്റെ തലയിലാണ്, ഇപ്പം അത് ആദർശേട്ടൻ്റെ കുഞ്ഞാ. ഇത് ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നിനക്കും എനിക്കും നമ്മുടെ കുഞ്ഞിനും ഇവിടെ സുഖമായിട്ട് ജീവിക്കാം. എനിക്ക് ഇനി ഒരു തെറ്റ് പറ്റില്ല. അതുകൊണ്ട് നീ ഇപ്പം എൻ്റെ കൂടെ നിൽക്കുന്നതായിരിക്കും നിനക്കും നമ്മുടെ കുഞ്ഞിനും എനിക്കും നല്ലത്. ആ ചന്തുമോളുണ്ടല്ലോ, ആ കൊച്ചിനെ ഞാൻ ഒരിക്കലും ഏറ്റെടുക്കാൻ പോകുന്നില്ല. അത് ആദർശൻ്റെ കുഞ്ഞായിട്ട് തന്നെ ഇവിടെ വളരട്ടെ. അതിൻ്റെ അമ്മയാണെങ്കിലും ചാകാൻ കിടക്കുകയാണ്. എനിക്ക് ആ കുഞ്ഞുമായിട്ടോ ആ കുഞ്ഞിൻ്റെ അമ്മയായിട്ടോ യാതൊരു ബന്ധവും ഉണ്ടാവില്ല. ഇത് 6 വർഷം മുമ്പ് എനിക്ക് പറ്റിപ്പോയ തെറ്റാണ്. ഇനി അതൊരിക്കലും ആവർത്തിക്കില്ല. ഇപ്പം ആ കുഞ്ഞിൻ്റെ അച്ഛൻ ഞാനാണെന്ന് നീ എല്ലാവരോടും പറയാൻ നിന്നിട്ടുണ്ടെങ്കിൽ നീയും ഞാനും നമ്മുടെ കുഞ്ഞും എല്ലാവരും തന്നെ ഇവിടുന്ന് പുറത്താകും എന്നിങ്ങനെ പറയുന്നുണ്ട്. പിന്നെ ആ ചന്തുമോളും എൻ്റെ തലയിലാകും. പിന്നെ ഇവിടുന്ന് നമുക്ക് ഒന്നും കിട്ടാനും പോകുന്നില്ല. ഇപ്പം ഇത് ആരോടും പറയാതെ നീ എൻ്റെ കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ജീവിക്കുന്നതിൽ നന്നായിട്ട് തന്നെ മുന്നോട്ടും ജീവിക്കാൻ പറ്റും. ഒരു ബ്രാഞ്ചിൻ്റെ ചുമതലയും കൂടെ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കും കിട്ടാനുള്ളതൊക്കെ കിട്ടും. ഇപ്പം നീ അതിബുദ്ധി കാണിക്കാതെ എൻ്റെ കൂടെ നിൽക്കുന്നതാണ് നല്ലത് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ അഭി പറയുമ്പോഴേക്കും സ്വാർത്ഥ ബുദ്ധിക്കാരിയായ നവ്യ ഉടനെ മൗനമായിട്ട് നിൽക്കുകയാണ്. എന്നാലും നിൻ്റെ ഇപ്പോഴുള്ള സ്നേഹം പോലും കാര്യത്തിനാണെന്ന് എനിക്ക് മനസ്സിലായി. നിന്നെ ഞാൻ വിശ്വസിക്കാൻ പോകുന്നില്ല. പാവം ആദർശേട്ടനെ ഞാൻ ഒരുപാട് സംശയിച്ചു പോയി എന്നൊക്കെ പറഞ്ഞിട്ട് നയനയുടെ അടുത്തോട്ട് പോവുകയാണ്.
അങ്ങനെ നവ്യയുടെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നയനയുടെ അടുത്തോട്ട് ചെല്ലുമ്പോഴേക്കും നയന ചോദിക്കുന്നുണ്ട്, എന്തോ പറ്റി ചേച്ചി, എന്താ പറ്റി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും, ഇല്ല മോളെ, ഞാൻ നിന്നെ പിന്നെയും തെറ്റിദ്ധരിച്ചു, എന്നാലും നീ ഒരുപാട് സഹിക്കുന്നുണ്ടല്ലേ എന്നൊക്കെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് കരയുകയാണ്. അങ്ങനെ കരയുന്നതല്ലാതെ നവ്യ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. അഭിയാണ് ചന്തുമോളുടെ അച്ഛനെന്നുള്ള കാര്യമൊന്നും നവ്യ നയനയോട് പറയുന്നില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഭി ഇറങ്ങുന്നതിനൊപ്പം തന്നെ താനും തൻ്റെ കുഞ്ഞിനെയും ഇവിടുന്ന് ഇറങ്ങേണ്ടി വരും എന്നുള്ളൊരു ബോധമുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ നവ്യ അത് മറച്ചു വയ്ക്കുകയാണ്. അപ്പോഴേക്കും ആദർശ് അങ്ങോട്ടേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ നവ്യ, എന്ത് പറ്റി, എന്തിനാ കരയുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ആദർശേട്ടനോട് ദേഷ്യമൊന്നുമില്ല, ആദ്യമൊക്കെ ഞാൻ തെറ്റിദ്ധരിച്ചു, ആദർശേട്ടൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ലെന്ന് എനിക്കിപ്പോൾ ഉറപ്പുണ്ട് എന്നൊക്കെ ഇങ്ങനെ നവ്യ പറയുമ്പോഴേക്കും നയന ചോദിക്കുന്നുണ്ട്, എന്താ ചേച്ചി, ഇപ്പം എന്താ ചേച്ചി അങ്ങനെ പറയാൻ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. വന്നു കയറിയപ്പോൾ പോലും ചേച്ചി ആദർശേട്ടനെ കുറ്റപ്പെടുത്തുന്ന രീതിയിലാണല്ലോ എന്നോട് സംസാരിച്ചത്, ഇപ്പം എന്ത് പറ്റി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും നവ്യ ഇങ്ങനെ തലകുനിച്ച് ഒന്നും മിണ്ടാൻ നിൽക്കുകയാണ് കേട്ടോ. നവ്യക്ക് ഇത് പറയണമെന്നുണ്ട്, എന്നാൽ പറയാതിരിക്കാനും പറ്റുന്നില്ല. ആ ഒരു സമയത്ത് തന്നെ നയനെ പിന്നെയും ചോദിക്കുന്നുണ്ട്, ചേച്ചിക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ ചേച്ചി പറ ചേച്ചി, അഭി ചേച്ചിയോട് എന്തെങ്കിലും പറഞ്ഞോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും നവ്യയുടെ മനസ്സിൽ ഇവരെ കുറ്റപ്പെടുത്തിയതിലും ഇവരെ പറഞ്ഞതിലുമുള്ള ഒരു വിഷമവും ഉണ്ടായിരുന്നു. അങ്ങനെ ഒന്നും മിണ്ടാതെ തന്നെ തലകുനിച്ച് നിൽക്കുകയാണ് നവ്യ. എനിക്കൊന്നും അറിയില്ല, എനിക്കിവിടെ വന്നപ്പോൾ തോന്നി ചേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം. സത്യം പറഞ്ഞ അബിയും എൻ്റെ അമ്മായിമ്മയൊക്കെ പറയുന്നത് കേട്ടപ്പോഴേക്കും ഞാൻ ചന്തുമോളെ വെറുത്തതായിരുന്നു. പക്ഷേ ഇന്നിവിടെ വന്ന് ആ കുട്ടിയെ കണ്ടപ്പോഴേക്കും എനിക്കതിനോട് വെറുപ്പ് കാണിക്കാൻ തോന്നുന്നില്ല. അപ്പോഴേക്കും നവി ഇങ്ങനെ കരഞ്ഞോണ്ട് അകത്തോട്ട് കയറി പോകുന്ന കാണുമ്പോഴേക്കും നയനയെ ആദർശം കൂടെ പറയുകയാണ്, നവി എന്തിനായിരിക്കും കരഞ്ഞിട്ടുണ്ടാവുക, നവിക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതേ ആദർശേട്ടാ, എന്തോ സംഭവിച്ചിട്ടുണ്ട്. ചേച്ചി കുഞ്ഞിനെയും കൊണ്ട് കയറി വന്നപ്പം പോലും എന്നോട് ആദർശേട്ടനെ കുറ്റപ്പെടുത്തുന്ന രീതിയിലാണ് സംസാരിച്ചത്. പക്ഷേ ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ചേച്ചിക്ക് എന്തൊക്കെയോ മനസ്സിലായിട്ടുണ്ട്. അബിയുടെ കയ്യിൽ നിന്ന് തന്നെ ചേച്ചിക്ക് എന്തൊക്കെയോ ക്ലൂ കിട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നിട്ടും ചേച്ചി എന്താ അത് തുറന്നു പറയാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്തായാലും DNA ടെസ്റ്റിൻ്റെ റിസൾട്ട് കിട്ടുമ്പോഴേക്കും അബി എന്ന വൻമരം ഇവിടെ ഇടിഞ്ഞു വീഴും. ഇപ്പോൾ ആട്ടിൻതോലിലിട്ട ചെന്നായാണ് അവനെ നമുക്ക് പൂട്ടണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് നയന. എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോവുകയാണ്. അപ്പോഴേക്കും നവ്യ തിരിച്ച് റൂമിലോട്ട് ചെല്ലുമ്പോഴേക്കും അബി ഇവിടെ ഇങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് അബി നവ്യയോട് ചോദിക്കുന്നുണ്ട്, നീ എല്ലാം അവരോട് പറയാൻ പോയതാണോ എന്ന്. നിന്നെക്കുറിച്ച് ഇപ്പോൾ എനിക്ക് ശരിക്കും മനസ്സിലായി, നീയും നിൻ്റെ അമ്മയൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് മനുഷ്യരെ സ്നേഹിക്കുന്നതെന്ന്. ഞാൻ ഇക്കാര്യമൊന്നും അവരോട് പറഞ്ഞിട്ടില്ല. കുറച്ച് ദിവസമെങ്കിലും ഞാനൊന്ന് സന്തോഷിച്ചതായിരുന്നു. നിൻ്റെ സ്വഭാവമൊക്കെ മാറി നീ നല്ലൊരു മനുഷ്യനായി എന്നൊക്കെ. എല്ലാ പ്രതീക്ഷകളും ഒറ്റയടിക്കാണ് ഇല്ലാതായത്. അതുകൊണ്ട് നീ ഇനി എൻ്റെ മുമ്പിൽ വന്ന് ഇങ്ങനെ അഭിനയിക്കരുത്, എൻ്റെയും കുഞ്ഞിൻ്റെയും കാര്യത്തിൽ നീ ഇടപെടരുത് എന്നൊക്കെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് പറയുകയാണ് നവ്യ. അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇക്കാര്യം എല്ലാവരോടും വിളിച്ചു പറയും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴേക്കും നവ്യ ഈ പറയുന്നതൊക്കെ കേട്ടോണ്ട് ജലജ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നീ എന്തിനാടി എൻ്റെ മോനോട് ദേഷ്യപ്പെടുന്നത്, എന്താടി നിനക്കൊരു തുള്ളല് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും നവ്യ പറയുന്നുണ്ട്, അതെ അമ്മയുടെ പുന്നാര മോനോട് തന്നെ ചോദിക്കുക, അമ്മയും മോനും കണക്കാ, വൃത്തികേടിലൂടെ അല്ലാതെ മകനെ വളർത്തി വലുതാക്കിയിട്ടില്ല, എന്നിട്ട് ആ കുറ്റം മറ്റുള്ളവരുടെ മുമ്പിലും വിളിച്ചു പറയും. എന്തൊരു നാണക്കേടാ ഇത്, എന്തൊരു സാധനമാണ് നിങ്ങൾ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ജലജ ചോദിക്കും, എന്തിനാടാ ഇവളിങ്ങനെ നടന്ന് കുരയ്ക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അത് പിന്നെ അമ്മ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പതറുകയാണ് അബി. അപ്പോഴേക്കും നവ്യ പറയുന്നുണ്ട്, അതെ നിങ്ങളുടെ മോൻ്റെ കുഞ്ഞ് തന്നെയാണ് ചന്തുമോളെന്ന്. അത് ഇവിടെ വന്നു കയറിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. എന്നിട്ട് പാവം ആദർശേട്ടനെയാണ് ഇതിലവൻ കുരുക്കിയത്. ഇവൻ്റെ കുഞ്ഞ് തന്നെയാണ് ചന്തുമോള്. ഇനിയും വേറെ എവിടെയെങ്കിലും കുഞ്ഞുങ്ങളുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ പോയി കണ്ടുപിടിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ജലജയ്ക്ക് അത് ഷോക്കാവുന്നുണ്ട്. ജലജ ഉടനെ ചോദിക്കുന്നുണ്ട്, എടാ എന്തൊക്കെയാടാ ഞാൻ ഈ കേൾക്കുന്നത്, ഇതൊക്കെ ഉള്ളതാണോടാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും അബി ഇങ്ങനെ ഒന്നും മിണ്ടാതെ തലകുനിച്ചിരിക്കുകയാണ്. ആ ഒരു സമയത്ത് തന്നെ ജലജ അബിയുടെ കാരണത്തിനിട്ട് ഒരെണ്ണം കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്തൊരു സ്വഭാവമാടാ നിൻ്റേത്, ഇത്രയും നാളും ഇത് മൂടി വെച്ചുകൊണ്ടാണോടാ ഞാൻ ആദർശിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നടന്നത്. നീയാണ് ഈ കുഞ്ഞിൻ്റെ അച്ഛനെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നോടൊപ്പം അയാളെ എന്നെ ഇവിടുന്ന് പുറത്താക്കും. എന്നിട്ട് ഈ കുറ്റം മുഴുവൻ ആദർശിൻ്റെ തലയിൽ കൊണ്ട് വെക്കുകയും ചെയ്തു. ഇനി ഇതെങ്ങാനും തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടെ തീർന്നു, നിൻ്റെയും എൻ്റെയും ഇവളുടെയും എല്ലാ കാര്യങ്ങളും എല്ലാം തീർന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് നീ എന്നോട് പോലും ഒന്ന് പറഞ്ഞില്ലല്ലോടാ, ഞാൻ എത്ര പ്രാവശ്യം നിന്നോട് ചോദിച്ചതാ, നിൻ്റെ പുറകെ നടന്ന് ഞാൻ ചോദിച്ചതല്ലേ, എന്നോടെങ്കിലും നിനക്ക് ഈ സത്യങ്ങളൊക്കെ പറയരുതായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാണ് കേട്ടോ ജലജ. നിനക്ക് പെണ്ണുങ്ങളെ ചുറ്റിപ്പറ്റി നടക്കുന്ന സ്വഭാവം ഉണ്ടെന്നുള്ളത് എനിക്കറിയായിരുന്നു, പക്ഷേ കാര്യങ്ങൾ ഇത്രത്തോളം കൊണ്ട് എത്തിക്കുമെന്ന് ഞാൻ ഒരിക്കലും ഓർത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അബിക്കിട്ട് നല്ലോണം കൊടുക്കുന്നുണ്ട് ജലജ. മോൻ്റെ എല്ലാ തലകടയ്ക്കും കൂട്ടു നിൽക്കുന്ന ജലജ ആ സമയം അവന് തന്നെ കൂട്ടു നിൽക്കുകയാണ്. ഇത് ദേവയാനിയോ ആദർശോ നയനയോ ഒക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത വിധി എന്താകും എന്നുള്ളത് ജലജയ്ക്ക് നന്നായിട്ട് തന്നെ അറിയാം. ഉടനെ തന്നെ മുത്തച്ഛനോട് പറഞ്ഞിട്ട് എല്ലാവരും ഇവിടുന്ന് കെട്ടിക്കുക എന്നുള്ളതും അറിയാം. അതുകൊണ്ട് അബിയുടെ ഈ ഒരു ചതിക്കും ജലജ കൂട്ടു നിൽക്കുകയാണ്. പിന്നെ നിവൃത്തിയില്ലാതെ നവ്യയും ഇത് ആരോടും പറയുന്നില്ല.